സർ, വലിയൊരു പദ്ധതി ലോകത്ത് നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് ചൈന. നമ്മൾ കേട്ടിട്ടുണ്ട് ഗോൾഡൻ ഡോം. ഗോൾഡൻ ഡോം യഥാർത്ഥത്തിൽ ലോകത്തിന് അല്ലെങ്കിൽ ചൈനയ്ക്ക് ഒരുക്കുന്ന ഒരു കവചം, ഒരു സുരക്ഷാ കവചം. അതിന്റെ പ്രത്യേകതകൾ കേട്ടാൽ തന്നെ നമ്മൾ അമ്പരക്കും. എന്റെ ചോദ്യം, അമേരിക്ക കണ്ട സ്വപ്നം ചൈന നടപ്പിലാക്കുകയാണ്. നീതു, നമുക്ക് ആദ്യമായിട്ട് ഇത്തരം ഒരു ഡോം പദ്ധതിയെ പറ്റി കേൾക്കുന്നത് ഇസ്രായേലിൽ നിന്നാണ്. ഇസ്രായേലിന്റെ അയൺ ഡോം എന്നാണ് പറയപ്പെടുന്നത്. ഇസ്രായേൽ ഒരു താരതമ്യേന ചെറിയ രാജ്യമാണ്. ആ ചെറിയ രാജ്യത്ത് ഏതെങ്കിലും ഒരു മിസൈൽ കടന്നു വരികയാണെങ്കിൽ അതിനെ കണ്ടെത്തി നശിപ്പിക്കുക എന്നുള്ള അവരുടെ പദ്ധതി വളരെ കാലമായിട്ട് നിലവിലുണ്ട്. പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമായിരുന്നു എന്ന് ഇപ്പോൾ ഹമാസ് മിസൈൽ അയച്ചപ്പോഴും നമ്മുടെ ഇറാൻ മിസൈലുകൾ കൂട്ടത്തോടെ അയച്ചപ്പോഴും ഒക്കെ അവിടെ പതിച്ച് ഇഷ്ടം പോലെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. അപ്പൊ അതിന്റെ ഫലപ്രാപ്തിയെ പറ്റി അല്ലെങ്കിൽ ഇഫക്റ്റീവ്നെസ്സെ പറ്റിയൊക്കെ സംശയം ആളുകൾക്കുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ, ഈ ഇറാന്റെ ആക്രമണമൊക്കെ കഴിഞ്ഞ ഉടനെ അമേരിക്ക പ്രഖ്യാപിച്ച ഒരു പദ്ധതിയുടെ പേരാണ് ശരിക്കും പറഞ്ഞാൽ ഗോൾഡൻ ഡോം. അമേരിക്ക മുഴുവൻ ഇത്തരം ഒരു സംവിധാനം, ഇസ്രായേലിന് സമാനമായ ഒരു സംവിധാനം അമേരിക്ക കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞതാണ് ശരിക്കും പറഞ്ഞാൽ ഗോൾഡൻ ഡോം എന്നുള്ള പേര്. നമ്മളിപ്പോ പറയുന്നത് ചൈനയ്ക്കൊരു ഗോൾഡൻ ഡോം, അതിന്റെ പേര് ചൈന വേറെന്തെങ്കിലുമായിട്ട് ഉപയോഗിക്കാനാണ് സാധ്യത. എന്നാലും ചൈനയുടെ ഗോൾഡൻ ഡോം എന്നാണ് ഇപ്പൊ അത് പൊതുവെ പറയപ്പെടുന്നത്. അപ്പൊ ഈ ചൈന പുതുതായിട്ട് പ്രഖ്യാപിച്ച, നമുക്ക് ആ പേര് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ചൈനയുടെ ഗോൾഡൻ ഡോം എന്ന് അതിനെ വിളിക്കാം. അവർ അതിനെക്കുറിച്ച് പറയുന്നത് ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ഒരേ സമയം 1000 ഇൻകമിങ് മിസൈലുകൾ വരെ കണ്ടെത്തി ട്രാക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഇതെന്നാണ് ബീജിംഗ് അവകാശപ്പെടുന്നത്. ഇതൊരു വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള, അസാധാരണമായ ഒരു അവകാശവാദമാണ്. ഇനി ഈ അവകാശവാദം അഥവാ സത്യമാണെങ്കിൽ മിസൈൽ പ്രതിരോധത്തിലും നേരത്തെയുള്ള അതിൻ്റെ മിസൈലുകൾ വരുന്നതിനെ കുറിച്ചുള്ള മുന്നറിയിപ്പിന്റെ ശേഷിയിലും ആഗോള ശക്തി സന്തുലതയെ ഇത് സമൂലമായിട്ട് അല്ലെങ്കിൽ കാര്യമായി ബാധിക്കും എന്നുള്ളതാണ് അതിന്റെ പരമാർത്ഥം. എന്നാൽ ഇത് ശരിക്കും വന്നിട്ടുണ്ടോ, അതോ ഇതങ്ങനെ ഒരു ശരിക്കും ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ഒരു പദ്ധതി ഇപ്പോൾ ചൈനയ്ക്കുണ്ടോ, അതോ വളരെ തന്ത്രപരമായി മറ്റുള്ളവരെ ഭയപ്പെടുത്താനും പ്രതിരോധത്തിലാക്കാനും ചൈന ഉപയോഗിച്ച ഒരു സൈനിക സിഗ്നലിംഗ് അല്ലെങ്കിൽ ഒരു മിലിറ്ററി സിഗ്നലിംഗ്. നമ്മളിങ്ങനെ തന്ത്രങ്ങൾ പലപ്പോഴും എല്ലാ രാജ്യത്തെയും മിലിറ്ററികൾ ഉപയോഗിക്കാറുണ്ട്. ഞങ്ങളുടെ കയ്യിൽ അതുണ്ട്, സൂക്ഷിക്കണം നിങ്ങൾ, ഞങ്ങളുടെ കയ്യിൽ ഇതുണ്ട്, നിങ്ങൾ സൂക്ഷിക്കണം, ഞങ്ങളോട് കളിച്ചാൽ വിവരം അറിയും. ഇങ്ങനെയൊക്കെ പേടിപ്പെടുത്തിയും ആളുകളെ അകറ്റി നിർത്തുക, ശത്രുക്കളെ അകറ്റി നിർത്തുക എന്ന് പറയുന്നത് ഒരു സൈനിക തന്ത്രം തന്നെയാണ്. എന്നാൽ എന്താണ് ഈ ഒരു ഗോൾഡൻ ഡോം? ഈ ഗോൾഡൻ ഡോം എന്നുള്ള പേര് കേൾക്കുമ്പോൾ സാധാരണ നമ്മൾ വിചാരിക്കും എന്തെങ്കിലും കമഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു റഡാറിന്റെ താഴിയോ കുടമാണോ അല്ലെങ്കിൽ ഡോമാണോ ഘടനയാണോ എന്നൊക്കെ നമ്മൾ ഒരു പക്ഷെ തെറ്റിദ്ധരിച്ചേക്കാം. ഇത് അങ്ങനെയൊന്നും അല്ല. ഇത് വളരെ രാജ്യവ്യാപകമായി ചൈനയിൽ മൊത്തം ഫലപ്രദമാകുന്ന ബഹുതലങ്ങളുള്ള നേരത്തെയുള്ള ഒരു മുന്നറിയിപ്പ് ഡേറ്റ നെറ്റ്വർക്കാണ്. അപ്പോൾ ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിനെ പല ഘടകങ്ങളെ സംയോജിപ്പിച്ചിട്ടാണ് ഇതുണ്ടായിരിക്കുന്നത്. എന്താണ്, നമ്മളിപ്പോൾ ഒരു മിസൈല് ചൈനയ്ക്കെതിരെ വേറൊരു രാജ്യം പ്രയോഗിക്കുകയാണെങ്കിൽ അതിനകത്തുനിന്ന് ഇൻഫ്രാറെഡ് സിഗ്നേച്ചറുകൾ എന്ന് പറയും. ഇൻഫ്രാറെഡ് സിഗ്നേച്ചർ, അത് മിസൈലിൽ നിന്നുള്ള വിക്ഷേപണം കഴിഞ്ഞു വരുന്ന ഇൻഫ്രാറെഡ് സിഗ്നേച്ചറുകൾ കണ്ടെത്താനുള്ള പുതിയ തലമുറ ഉപഗ്രഹങ്ങൾ ഇതിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. മാത്രമല്ല, ഭൂമിയിൽ ഇരുന്ന് തന്നെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരേക്ക് കാണാൻ കഴിയുന്ന ഓവർ ദി ഹൊറൈസൺ റഡാറുകൾ എന്നറിയപ്പെടുന്ന ഒരു സംവിധാനമുണ്ട്. സാധാരണ നമ്മുടെ റഡാറുകൾക്കൊക്കെ വളരെ ലിമിറ്റഡ് 50 കിലോമീറ്റർ 100 കിലോമീറ്റർ ഒക്കെയാണ് കാണാൻ കഴിയുക. ഇന്നത്തെ പുതിയ തരം റഡാറുകൾ എന്ന് പറയുന്നത് ഓവർ ദ ഹൊറൈസൺ, ചക്രവാളത്തിനപ്പുറം കാണാൻ പറ്റുന്ന റഡാറുകൾ ഉണ്ട് എന്നാണ്. അത് പല രാജ്യങ്ങളും വികസിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ റഡാറുകളെ ഇതുമായിട്ട് ബന്ധിപ്പിക്കും. മാത്രമല്ല, ധാരാളം ഗ്രൗണ്ട് സി അധിഷ്ഠിത സെൻസറുകൾ സ്ഥാപിക്കും. നമുക്കറിയാം, ഈ ചൈനയ്ക്ക് പല സ്ഥലത്തും താവളങ്ങളുണ്ട്. ഭൂമിയുടെ, നമ്മുടെ എർത്തിന്റെ പല രാജ്യങ്ങളിലായിട്ട് താവളങ്ങളുണ്ട്. ആ താവളങ്ങളിൽ ഈ ഇത്തരം ഗ്രൗണ്ട് സി അധിഷ്ഠിതമായിട്ടുള്ള സെൻസറുകൾ സ്ഥാപിച്ച് അവയും ഇതുമായിട്ട് സംയോജിപ്പിക്കും. പിന്നെ ധാരാളം ഒപ്റ്റിക്കൽ, ഇലക്ട്രോണിക് ഇന്റലിജൻസ് യൂണിറ്റുകൾ ഇതുമായിട്ട് ഘടിപ്പിക്കും. അങ്ങനെ ഒരു ഏകീകൃത ഡാറ്റ ഫ്യൂഷൻ പ്ലാറ്റ്ഫോം, ഈ എല്ലാ ഇതിൽ നിന്നുമുള്ള ഡേറ്റകളെ ഒരുമിപ്പിച്ച് കൊണ്ടുവന്ന് അതിനെ സംയോജിപ്പിച്ച് നൽകുന്ന ഒരു ഏകീകൃത ഡേറ്റ ഫ്യൂഷൻ പ്ലാറ്റ്ഫോമിലേക്ക് വിവരങ്ങൾ നൽകും.
അതിനെയാണ് ആക്ച്വലി ചൈന വിളിക്കുന്നത് പ്രീ ഡിസ്ട്രിബ്യൂട്ടഡ് ഏർലി വാർണിംഗ് ബിഗ് ഡേറ്റ നെറ്റ്വർക്ക്. ഇങ്ങനെയാണ് അവർ പക്ഷെ അതിനെ അവരുടെ ഭാഷയിലായിരിക്കാം, നമ്മുടെ ഭാഷയിൽ ഇംഗ്ലീഷ് ഭാഷയിലോട്ട് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രീ ഡിസ്ട്രിബ്യൂട്ടഡ് ഏർലി വാർണിംഗ് ബിഗ് ഡേറ്റ നെറ്റ്വർക്ക്, അതിനെയാണ് നമ്മളിപ്പോ ഇത്രയൊക്കെ പറയാൻ പ്രയാസമായതുകൊണ്ട് ചൈനയുടെ ഗോൾഡൻ ഡോം എന്ന് വിളിക്കുന്നത്. അപ്പോ അവരുദ്ദേശിക്കുന്ന ഇത്തരം ഒരു വലിയ ശൃംഖലയാണ്. എല്ലാ ഡേറ്റകൾ, പലതരത്തിലുള്ള ഡേറ്റകളെ സംഘടിപ്പിച്ച് അതിനെ ഒരുമിച്ചാക്കി അതിനെ പ്രോസസ് ചെയ്യുന്ന സെൻസറുകളുടെയും അൽഗോരിതങ്ങളുടെയും ഒരു അദൃശ്യമായ ഡിജിറ്റൽ ഷീൽഡ്, ചൈനയെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ഡിജിറ്റൽ ഷീൽഡിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഈ അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ചൈനയുടെ മാധ്യമ റിപ്പോർട്ടുകളും പ്രതിരോധ ബ്രീഫിങ്ങുകളും പറയുന്നതാണ് നേരത്തെ ഞാൻ പറയുന്നത്. ഈ 1000 മിസൈൽ വിക്ഷേപണങ്ങൾ വരെ ഒരേ സമയം ട്രാക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഇപ്പം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ച ഡ്രോണുകളിൽ ധാരാളം ഡീകോയ് ഡ്രോണുകൾ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ അയച്ചതിനകത്തും ഡീകോയ് ഡ്രോണുകൾ, അതായത് ഈ ഒരു കൂട്ടത്തോടെ മിസൈലുകളോ ഡ്രോണുകളോ വരുമ്പോൾ അതിനകത്ത് ചിലതിനകത്ത് മാത്രമേ ഈ പോർമുനകൾ ഉണ്ടാവുള്ളൂ, അതായത് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാവുള്ളൂ, നാശം വിതയ്ക്കുന്ന, മറ്റതൊക്കെ ഡീകോയ്. അപ്പൊ നമുക്കൊരു 100 എണ്ണം ഇങ്ങനെ വന്നിട്ട് ഈ 10 എണ്ണം മാത്രമാണ് അതിനകത്ത് പോർമുനകൾ ഉള്ളതെന്ന് വെക്കുക. അപ്പൊ നമുക്ക് കൺഫ്യൂഷനായി വെറുതെ ഈ പാഴ് മിസൈലുകളുടെ നേരെ നമ്മുടെ സംവിധാനം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിരിക്കുന്ന വിലയേറിയ മിസൈലുകൾക്ക് വലിയ നഷ്ടമാണ്. അപ്പൊ അത്തരം വഞ്ചനാപരമായ ഡീകോയ് സംവിധാനങ്ങളെ യഥാർത്ഥ വാർഹെഡുകൾ അല്ലെങ്കിൽ പോർമുനകളുള്ള മിസൈലുകളിൽ നിന്ന് തിരിച്ചറിയാൻ ഈ AI നിയന്ത്രിത അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിയന്ത്രിത ഡേറ്റ ഫ്യൂഷൻ സംവിധാനത്തിന് കഴിയും എന്നാണ് അവരുടെ അവകാശവാദം. അതേസമയം ഇത് പ്രോസസ് ചെയ്തതിന് ശേഷം നമുക്കറിയാം അവരുടെ ആർമിയുടെ പേര് പീപ്പിൾസ് ലിബറേഷൻ ആർമി എന്നാണ്. അപ്പൊ PLAയുടെ കമാൻഡ് സിസ്റ്റത്തിലേക്ക് ഈ വിവരങ്ങൾ കൈമാറും തത്സമയം. എന്നിട്ട് അവരതിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ എടുക്കും. സൈബർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ആക്രമണങ്ങളിൽ നിന്ന് പോലും ഈ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ശത്രു രാജ്യങ്ങൾ ചെയ്യുന്ന മറ്റൊരു പരിപാടിയാണ് ഇപ്പൊ ഇങ്ങനെ മിസൈലുകൾ അയക്കാം. ആ മിസൈലുകൾ വരുന്നതിനെ കുറിച്ചുള്ള ഡേറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്ത് സ്വരൂപിക്കാതിരിക്കാൻ വേണ്ടി ഈ ഡേറ്റ കൈമാറ്റങ്ങളെ തടസ്സപ്പെടുത്തും. അപ്പൊ അത് ഉറപ്പാക്കാൻ അവർ QUIC എന്ന് പറഞ്ഞിട്ടുള്ള നൂതനമായ ആശയവിനിമയ പ്രോട്ടോക്കോളുകൾ ഉപയോഗിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അത്തരം സംവിധാനങ്ങൾ ഉണ്ടോ എന്ന് സംശയമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും അവരുടെ കമ്മ്യൂണിക്കേഷൻസ് ഇന്ത്യക്ക്, അത് പാകിസ്ഥാന് കൊടുത്ത കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റാതെ പോയത് എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ചൈനയ്ക്ക് ഇത്തരം ചില അൺയൂഷ്വൽ സംവിധാനങ്ങളുണ്ട്. അതായത് നമ്മുടെ സാധാരണ നാട്ടു നടപ്പുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾക്കുപരിയായി വേറെ ആർക്കും ട്രാക്ക് ചെയ്യാനോ ബ്ലോക്ക് ചെയ്യാനോ പറ്റാത്ത ആശയവിനിമയ സൗകര്യങ്ങൾ ചൈനയ്ക്കുണ്ടെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. ചുരുക്കം പറഞ്ഞാൽ പസഫിക്കിലെ ഒരു അന്തർവാഹിനിയിൽ നിന്നോ അല്ലെങ്കിൽ അമേരിക്കയുടെ എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കുന്ന മിസൈൽ സൈലോകൾ എന്നാണ് പറയുക, മിസൈലുകളെ വിക്ഷേപിക്കുന്ന ആ ട്യൂബുകളെ സൈലോകൾ എന്നാണ് പറയുക, അതിൽ നിന്നോ ഒരു മിസൈൽ വിക്ഷേപിക്കപ്പെട്ടാൽ ഗോൾഡൻ ഡോമിന് അവർ പറയുന്നത് പോലെയാണെങ്കിൽ അതിന്റെ താപ സിഗ്നേച്ചർ കണ്ടെത്താനും അതിന്റെ പാത കൃത്യമായി കണക്കാക്കാനും നിമിഷങ്ങൾക്കുള്ളിൽ മുന്നറിയിപ്പ് നൽകാനും പറ്റുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അവർ ഇതിനോടൊപ്പം ഒരു പ്രോട്ടോടൈപ്പ്, അതായത് ഒരു പരീക്ഷണത്തിന്റെ മുന്നോടിയായിട്ടുള്ള ഒന്ന്, അതിനെ പരീക്ഷിച്ചു വന്നു. അതിനെ വിലയിരുത്താനായി, അതിനെ ഏർലി സ്റ്റേജുകൾ വിലയിരുത്താനായി പാകിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് കൈമാറിയെന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും ഇതിന്റെ ഒരു തുടക്കം മാത്രമേ ഉള്ളൂ എന്നാണ് പൊതുവെ ഡിഫൻസ് എക്സ്പേർട്സ് പറയുന്നത്. അതായത് നിലവിലുള്ള പഴയ റഡാറുകളും ഉപഗ്രഹങ്ങളും പുതിയ AI നിയന്ത്രണ സോഫ്റ്റ്വെയറുമായി സംഘടിപ്പിച്ചിട്ട് ഇതിന്റെ ഒരു സാധ്യത അവര് പരിശോധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പ്രതിരോധ വിദഗ്ധരൊക്കെ പറയുന്നത്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തൽക്കാലമെങ്കിലും ഇവയുടെ ഉപയോഗം പ്രധാനമായിട്ടും ഇതിനെ കണ്ടെത്തുന്നതിലും ട്രാക്കിങ്ങിലുമാണ്. വരുന്ന മിസൈലിനെ അടിച്ചിടാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടോ എന്നുള്ളത് വലിയ സംശയമാണെന്നാണ് പ്രതിരോധ വിദഗ്ധരൊക്കെ വിലയിരുത്തുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതിനെ ഭാവിയിൽ ചെയ്യാൻ പറ്റും, പിന്നെ അവിടെ അതും കൂടെ കിട്ടിയാലേ കാര്യമുള്ളൂ. പക്ഷെ അതിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് ഒരു മിസൈൽ വിക്ഷേപണം കണ്ടുപിടിക്കുകയും അതെങ്ങോട്ട് വരുന്നു, ഏത് ദിശയിൽ വരുന്നു, എത്ര നിമിഷത്തിനകത്ത് നമ്മുടെ അതിർത്തിയിൽ പ്രവേശിക്കും
എന്നൊക്കെയുള്ള ട്രാക്കിംഗ് ആണ്. ഇത് രണ്ടും ഒരുപക്ഷെ സാധിച്ചേക്കാം. പക്ഷേ ആ മിസൈലുകളെ വെടിവെച്ചിടാനുള്ള പ്രതിരോധ സംവിധാനം ചൈനയ്ക്കുണ്ടോ എന്ന് വലിയ ഒരു സംശയമാണ്. ഇനിയിപ്പം ഇതേ സമയം നമ്മൾ താരതമ്യം ചെയ്യേണ്ട മറ്റൊരു കാര്യം അമേരിക്കയുടെ ഗോൾഡൻ ഡോമും എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കയുടെ ഗോൾഡൻ ഡോമിനെ പറ്റി ഡൊണാൾഡ് ട്രംപ് ആണ് 2025 പദ്ധതി പ്രകാരം അതിനെക്കുറിച്ച് അനൗൺസ് ചെയ്തത്. അതായത് റഷ്യ, ചൈന, ഉത്തര കൊറിയ അല്ലെങ്കിൽ വടക്കൻ കൊറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള മിസൈൽ ഭീഷണികളെ ചെറുക്കാനായിട്ട് ബഹിരാകാശ അധിഷ്ഠിത സെൻസറുകളും ഇന്റർസെപ്റ്ററുകളും ഉപയോഗിച്ച് ഒരു മൾട്ടി ലെയർഡ് ഷീൽഡ്, അതാണ് ശരിക്കും അവർ ഗോൾഡൻ ഡോം എന്ന് ആദ്യം പേര് വിളിച്ചത്. അതിന്റെ ചെലവായി കണക്കാക്കപ്പെടുന്നത് $175 ബില്യൺ അമേരിക്കൻ പദ്ധതിയുടെ. അതിപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറയുമെങ്കിലും അതൊരു വെറും ഡ്രോയിങ് ബോർഡ് കൺസെപ്റ്റാണ്. അപ്പം ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു ഇത് 10 വർഷത്തിനകത്ത് 15 വർഷത്തിനകത്ത് ഉണ്ടാവും എന്നൊക്കെ പറയുമെങ്കിലും അതിപ്പോ ഒരു ഡ്രോയിങ് ബോർഡ് ലെവലിലേ ആയിട്ടുള്ളൂ. പക്ഷെ ചൈന ഇപ്പോൾ അവകാശപ്പെടുന്നത് അത് അവരെല്ലാം നടത്തിയെടുത്തു എന്നാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ചൈന ഈ ഒരു പ്രത്യേക കാര്യത്തിനകത്ത് ഒരു പടി മുന്നിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഇത് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സാങ്കേതികമായ മത്സരം മാത്രമല്ല, ഇതൊരു മാനസികമായി എതിരാളികളെ തകർത്താനുള്ള ഒരു തന്ത്രം കൂടിയാണ്. അപ്പൊ തന്ത്രപരമായ പ്രതിരോധ സംവിധാനങ്ങളിൽ ചൈന പിന്നോട്ട് പോകില്ല. ഞങ്ങൾക്ക് AI ചിപ്പ് തന്നില്ലെങ്കിലും പ്രശ്നമല്ല, ഞങ്ങൾക്ക് സെമി കണ്ടക്ടർ തന്നില്ലെങ്കിലും പ്രശ്നമല്ല എന്നുവെച്ചാൽ ഇതൊക്കെ ചൈനയിലോട്ടുള്ള കയറ്റുമതി അമേരിക്ക നിയന്ത്രിച്ചു വെച്ചിരിക്കുകയാണ്, തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോ ഇതിനകത്ത് നമ്മുടെ യുദ്ധങ്ങളുടെ രീതികൾ മാറുന്നു എന്നുള്ളത് സത്യമാണ്. ഈവൻ ഇന്ത്യക്ക് മുഴുവനായി ഇത്തരമൊരു മിസൈൽ, ഡ്രോൺ പ്രൊട്ടക്ഷൻ, ആകാശ പ്രതിരോധ സംവിധാനം ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പൊ ചൈന ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യ കുറച്ചും കൂടി ശക്തിയായി, കുറച്ചും കൂടി ഊർജ്ജസ്വലമായി അത്തരമൊരു സംവിധാനം നമുക്കും ഉൾപ്പെടുത്താനായി നാം തയ്യാറെടുക്കേണ്ടതാണ്. ഓൾറെഡി അതിന്റെ ഒരു പ്രാരംഭ രൂപമാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാനിൽ നിന്ന് വന്ന മിസൈലുകളെയും ഡ്രോണുകളെയൊക്കെ നമ്മൾ തകർത്തതും അടിച്ചിട്ടതും. പക്ഷെ അതൊരു പ്രാദേശികമായ ഒരു സംവിധാനമായിരുന്നു. ഇന്ത്യ അത് കഴിഞ്ഞ ഉടനെ ആദ്യം ചെയ്തത് അത്തരമൊരു സംവിധാനം ഇന്ത്യക്ക് മുഴുവനായി, ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളെയെങ്കിലും അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള ഇന്ത്യയുടെ ഡിഫൻസ് സിവിൽ സംവിധാനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇന്ത്യ മുഴുവനായിട്ട് അത്തരമൊരു സംവിധാനം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തേക്ക് മിസൈലുകളുടെ റേഞ്ച് എന്ന് പറയുന്നത് ഏത് രാജ്യത്ത് നിന്ന് വിട്ടാലും ഇന്ത്യയുടെ ഏത് ഭാഗത്തും എത്താൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പൊ അതിനെയൊക്കെ രക്ഷിക്കാനായി ഇന്ത്യയും ഇത്തരമൊരു സംവിധാനങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇത്തരം സംവിധാനങ്ങൾക്ക് ചൈന ഇത്രയും നാൾ ആശ്രയിച്ചിരുന്നത് റഷ്യയാണ്. അപ്പൊ റഷ്യയുടെ ആശ്രിതത്വം കുറയ്ക്കുക എന്നുള്ളത് അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എതിരാളികള് ഈ ഒട്ടും മോശക്കാരല്ല എന്ന് ഉള്ള സ്ഥിതിക്ക് ചൈന അവരുടെ എല്ലാ എഫേർട്ടും, പ്രത്യേകിച്ച് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ് ചെയ്തിട്ടുള്ള ഡേറ്റ ബേസ്ഡ് ആയിട്ടുള്ള ബിഗ് ഡാറ്റ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തെ മൊത്തം കാര്യങ്ങളും പ്രോസസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള മെഷീൻസ് ആണ്. അപ്പൊ അങ്ങനത്തെ ബിഗ് ഡാറ്റ സംവിധാനങ്ങൾ ഉപയോഗിച്ച് യഥാസമയം, അതായത് റിയൽ ടൈമിൽ സൈനിക തീരുമാനങ്ങൾ എടുക്കാനും ഇത്തരം കാര്യങ്ങളെ നിരീക്ഷിക്കാനും ബഹിരാകാശത്തെ നിരീക്ഷിക്കാനും വളരെ ദൂരെ നിന്നുള്ള മിസൈലുകളെ നിരീക്ഷിക്കാനും ഒക്കെ ഉള്ള ഒരു സംവിധാനം എല്ലാ രാജ്യങ്ങളുടെയും സ്വപ്നമാണ്. ചൈന അത് പ്രാവർത്തികമാക്കി എടുത്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇതിനെ കുറച്ചും കൂടെ നമ്മളൊക്കെ ഒരു യഥാർത്ഥ ബോധത്തോടു കൂടി, കാരണം ഈ 1000 മിസൈലുകളെ ട്രാക്ക് ചെയ്യാന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. മാത്രമല്ല അതിനൊക്കെ ഒരു ഡസൻ കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിന് ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഇതിനു വേണ്ടി മാത്രമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടി വരും. അത്രയൊക്കെ ചൈനയ്ക്കുണ്ടോ എന്നുള്ളത് സംശയമാണ്. മാത്രമല്ല ഈ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ഡേറ്റകളെ യഥാസമയം പ്രോസസ് ചെയ്യുകയും ആ ഡേറ്റ ഫ്യൂഷൻ നടത്തുക, അല്ലെ ഡേറ്റ സംയോജനം നടത്തുകയും അതിനെ വിശ്വസനീയമായ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളിൽ കൂടി കമാൻഡ് സെന്ററിലേക്ക് അയക്കുകയൊക്കെ വേണം. ഈ റഷ്യയും അമേരിക്കയും പോലും ഇത്തരം കഴിവുകൾ ഇതുവരെ ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ചൈനയ്ക്ക് ഈ പറയുന്നത് പോലുള്ള കാര്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് സംശയകരമായ കാര്യമാണ്. എന്നാലും അവരുടെ ലക്ഷ്യം എന്താണെന്ന് നാം തിരിച്ചറിയണം. പ്രത്യേകിച്ച് ഇന്ത്യ തിരിച്ചറിയണം, പ്രത്യേകിച്ച് അമേരിക്ക തിരിച്ചറിയണം, റഷ്യ തിരിച്ചറിയണം.
അപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രതിരോധ സാങ്കേതിക വിദ്യ എന്നൊക്കെ പറയുന്നത് പഴയ ടാങ്കുകളും തോക്കുകളും സൈന്യമൊന്നും അല്ല. ബിഗ് ഡേറ്റ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, വലിയ ഡേറ്റ, AI, ബഹിരാകാശത്തെ നമുക്കുള്ള സംവിധാനങ്ങൾ. ഇതിന്റെ ഒരു പ്രസക്തി വേറൊന്നും കൂടെ ഉണ്ട്. നമ്മൾ ഇന്ത്യ പലപ്പോഴും മിസൈലുകളൊക്കെ വിക്ഷേപിക്കുമ്പോൾ എന്തിനാണ് വെറുതെ കാശ് കളയുന്നത് നമ്മുടെ ഇവിടുത്തെ പ്രതിരോധ മണ്ടന്മാർ, അത് ആ വാക്കാണ് എനിക്ക് ഉപയോഗിക്കാൻ താല്പര്യം, ഇങ്ങനെ ഇരുന്ന് വെറുതെ കുരയ്ക്കാറുണ്ട്. അവർക്കുള്ള മറുപടി കൂടിയാണിത്. ഇന്ത്യയും ഇത്തരം സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്യാതെ നമുക്ക് കുറച്ച് നാളത്തേക്ക് നമ്മുടെ ഇപ്പോഴുള്ള സൈനിക മേധാവിത്വം, മോശമല്ലാത്ത സൈനിക മേധാവിത്വം നിലനിർത്താൻ നമുക്ക് പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെ നമ്മൾ കരുതലോടുകൂടി വീക്ഷിക്കണം. ഇന്ത്യ കരുതലോടുകൂടി വീക്ഷിക്കണം. ചൈനയ്ക്ക് അത്തരം ഒരു സ്വപ്നമുണ്ട്, അമേരിക്കയ്ക്ക് അത്ര ഒരു സ്വപ്നമുണ്ട്, റഷ്യയ്ക്കും കാണാതിരിക്കാൻ വഴിയില്ല. നമ്മളും ആ മത്സരത്തിൽ കൂടെ ഓടിയില്ലെങ്കിൽ, ആമയെ പോലെ ഓടിയാൽ പോലെ, മുയലിനെ പോലെ ഓടിയില്ലെങ്കിൽ, കിടന്നുറങ്ങാത്ത മുയലിനെ പോലെ ഓടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും കാര്യങ്ങൾ. അപ്പൊ അത് ആണ് ഇതേക്കുറിച്ച് തൽക്കാലം നമുക്ക് ഇപ്പം കിട്ടുന്ന വിവരങ്ങളൊക്കെ വെച്ച് പറയുവാനുള്ളത്. കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരികയാണെങ്കിൽ നമുക്കത് വീണ്ടും ചർച്ചയ്ക്ക് എടുക്കാവുന്നതാണ്. നീതു, അപ്പൊ അതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എന്തായാലും വിനോദ് സാറ് പറഞ്ഞതുപോലെ അമേരിക്കയുടെ ഒരു ഗോൾഡൻ ഡോം അത് നമുക്കറിയാം. കരയും കടലും വായുവും അതേപോലെ ബഹിരാകാശവും ഉൾപ്പെടെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു പ്രതിരോധ AI സംവിധാനം, അതായിരുന്നു അമേരിക്ക ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ഡോം പദ്ധതിയുമായി ചൈനയും എത്തുന്നു. ഏറ്റവും ഒടുവിൽ വിനോദ് സാറ് പറഞ്ഞതുപോലെ ഇന്ത്യയും അതേപോലൊരു അത്തരം സാങ്കേതിക വിദ്യകളിലേക്ക് മാറേണ്ടുന്ന സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഒരുപാട് പദ്ധതികൾ ഇന്ത്യ അണിയറയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ ഈ രീതിയിൽ AI സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള പദ്ധതികളിലേക്ക് കടക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു വിനോദ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.